ആരാണിപ്പോൾ യഥാർത്ഥത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് ഭീഷണി? അത് നമുക്ക് നെഞ്ചിൽ കൈവച്ച് പറയുകയാണെങ്കിൽ അമേരിക്കയും ഇസ്രായേലും എന്ന് തന്നെ ഉറച്ചു പറയേണ്ടി വരും. മറ്റൊരു രാജ്യത്തിൻ്റെ പേര് പോലും നമ്മുടെ മനസ്സിൽ വരുന്നില്ല. എന്തുകൊണ്ടാണ്? യുദ്ധം ചെയ്യാത്തതായതുകൊണ്ടല്ല. പല രാജ്യങ്ങൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ എല്ലായ്പ്പോഴും നടന്നിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലും അമേരിക്കയും ഈ അടുത്ത കാലത്ത് കാട്ടിക്കൂട്ടിയ യുദ്ധവെറിക്ക് ഇതൊന്നും മറുപടിയല്ല. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. അതേ തുടർന്ന് അമേരിക്കയും അതിൽ സഖ്യകക്ഷിയായി ചേർന്നു. എത്രയോ കുട്ടികളെ, സ്ത്രീകളെയും മറ്റ് ഇതിലുമായി ഒരു ബന്ധമില്ലാത്ത എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ ഇവർ കൊന്നു തീർത്തിരിക്കുന്നു ഈ അടുത്ത കാലഘട്ടങ്ങളിൽ തന്നെ. ഇപ്പോൾ ആ യുദ്ധത്തിൻ്റെ ആഘാതം നമ്മളുടെ ഇന്ത്യയിൽ വരെ എത്തി നിൽക്കുന്നു. ജോലിക്കായി പോയിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആളുകളെല്ലാവരും പ്രതിസന്ധിയിലാണ്. പലർക്കും നാട്ടിൽ വരാൻ കഴിഞ്ഞില്ല. പെരുന്നാളും അതുമാതിരിയുള്ള കാര്യങ്ങളും ഒക്കെയായിട്ടും നമ്മുടെ അടുക്കളയിൽ പാചകവാതം കിട്ടാനില്ല. ഗവൺമെൻറ് പറയുന്നു കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാവർക്കും കിട്ടും എന്ന്. എന്നാൽ അതും പ്രതിസന്ധിയിലാണ്. പെട്രോൾ അതും പ്രതിസന്ധിയിലാണ്. കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വഴി കടത്തിവിടുന്നില്ല. ഇപ്പോൾ മറ്റു രാജ്യങ്ങൾക്കും എല്ലാം ഉപരോധം ഏർപ്പെടുത്തുകയാണ് അമേരിക്കയും മറ്റും. വെനസ്വേലയെ ആക്രമിച്ച് വരുതിയിലാക്കി. ക്യൂബയെ ആക്രമിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ്. ഇവരല്ലേ യഥാർത്ഥത്തിൽ ലോകത്തിന് മുഴുവൻ ശത്രുവായി നിൽക്കുന്നത്? ഇവരെയല്ലേ എതിർക്കേണ്ടത്? എൻ്റെ അഭിപ്രായത്തിൽ ഇവരാണ് യഥാർത്ഥത്തിൽ യുദ്ധ കുറ്റവാളികൾ. ഓരോ രാജ്യങ്ങളെയും ഉന്നം വെച്ച്, ലക്ഷ്യം വെച്ച് അവരെ ഉപരോധങ്ങളും മറ്റും ഏർപ്പെടുത്തി അവരുടെ രാജ്യത്തെ ശ്വാസം മുട്ടിക്കുകയാണ് ഈ പറഞ്ഞ അമേരിക്ക എന്ന രാജ്യം. അതിന് എല്ലാ സഹായങ്ങളുമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിന് കോടാനുകോടി ഡോളർ കൊടുത്ത്, വർഷാവർഷം കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ നിലനിർത്തി കൊണ്ടുപോകുന്നതും ഈ അമേരിക്ക തന്നെയാണ്. അപ്പോൾ ചേട്ടനും അനിയും തമ്മിലുള്ള കളിയാണ് ഈ കളിയെല്ലാം. അവർക്കെതിരെ നിൽക്കും, അവർക്ക് എതിരാകും, വരും കാലഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നത്. ഇറാഖിനെ ആക്രമിച്ചപ്പോൾ അണുവായുധമുണ്ട് എന്നായിരുന്നു അവരുടെ ഭാഷ്യം. യുദ്ധം കഴിഞ്ഞിട്ട് എന്താണ് അവിടെ നിന്ന് കിട്ടിയത്? ആ രാജ്യത്തെ താറുമാറാക്കി, ഇല്ലാതാക്കി. സങ്കടകരമായ അവസ്ഥകൾ. ഇപ്പോൾ ഇറാനും അതേ വഴിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് മറ്റു രാജ്യങ്ങളും എല്ലാവരും പഞ്ചകുഷ്ടി മടക്കി അവരുടെ മുമ്പിൽ, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നു. നാണമില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ രാജ്യത്തിനും ഇതുപോലൊരു അവസ്ഥ വന്നാൽ ഇറാൻ്റെ ഗതിയാകില്ല എന്ന് ആര് കണ്ടു? ഒരു കൊച്ചു രാജ്യമാണ് ഇസ്രായേൽ. അത് കാരണം കൊണ്ട് അവർക്ക് അയൺ ഡോമും മറ്റു പ്രതിരോധ സംവിധാനങ്ങളും വെച്ച് അതിനെ ഒരു 80% വരെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. പലയിടങ്ങളിലും ആക്രമണം നടക്കുന്നു. പലയിടങ്ങളിലും യുദ്ധത്തിൻ്റെതായ ഭീതിയും നിറഞ്ഞിരിക്കുന്നു. ആളുകൾ മരണഭീതിയിലാണ്. എവിടെ മരിച്ചാലും അത് മനുഷ്യനാണ്. ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇനിയും യുദ്ധവെറിയും ആയുധ കച്ചവടത്തിനും കൂട്ടുനിൽക്കുന്ന ഭരണാധികാരികളെ ആരും സപ്പോർട്ട് ചെയ്യരുത്. വളരെ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് ലോകത്തിൻ്റെ പോക്ക്. അപ്പോൾ എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, ഒരു യുദ്ധം കൊണ്ടും ഒന്നും നേടിയിട്ടില്ല. കുറേ കണ്ണീരും കുറേ മനുഷ്യരുടെ ജീവനും പോയതല്ലാതെ വേറെ ഒന്നും ഈ ലോകത്ത് യുദ്ധം കൊണ്ട് നേടിയിട്ടില്ല. ഒരിക്കലും യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. ഉണ്ടായ യുദ്ധങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. ഇനിയൊരു യുദ്ധത്തിന് ഒരു രാജ്യവും കോപ്പ് കൂട്ടാതിരിക്കട്ടെ. എല്ലാവർക്കും എന്നും നല്ലത് മാത്രം വരട്ടെ.